നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ ലൈംഗികാതിക്രമ കേസിൽ പ്രധാന പ്രതി HR മാനേജർ നിദ ഖാൻ അറസ്റ്റിൽ. ലൈംഗിക പീഡനം, നിർബന്ധിത മതപരിവർത്തനം എന്നീ കേസുകളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. 25 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. ഛത്രപതി സംഭാജി നഗറിൽ നിന്നാണ് നിദ ഖാനെ അറസ്റ്റ് ചെയ്തത്. TCS ലൈംഗികാതിക്രമ കേസിലെ പ്രധാന പ്രതിയാണ് HR മാനേജറായിരുന്ന നിദ ഖാൻ. താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നിദ നാസിക് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കൈസർ കോളനിയിലെ ഫ്ളാറ്റിൽ നിദ ഖാൻ മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസിക്കുകയായിരുന്നു. നിദ ഖാൻ ഫ്ളാറ്റിലുണ്ടെന്ന സൂചനകൾക്കു പിന്നാലെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിനും നിയമ നടപടികൾക്കുമായി നാസിക്കിലേക്ക് കൊണ്ടുപോയി. 2021 ഡിസംബറിലാണ് നിദ ഖാൻ കമ്പനിയിൽ ചേർന്നത്. പ്രോസസ് അസോസിയേറ്റായി പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് ആരോപണങ്ങളെ തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം TCSലെ BPO യൂണിറ്റിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ചില ജീവനക്കാർ ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരിവർത്തന ശ്രമങ്ങൾ എന്നിവ നേരിട്ടതായി പരാതി നൽകി. പിന്നാലെ പോലീസ് നിരവധി ടീമുകളെ രൂപീകരിക്കുകയും നിദ ഖാനെ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട 9 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ 7 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെ 8 പ്രതികളെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.